കോൺഗ്രസിന്റെ പാലക്കാട്ടെ കോൺഗ്രസിന്റെ യോഗത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം രാഹുൽ ഇത് നിഷേധിക്കുന്നു. യോഗമല്ല, പരിചയമുള്ള ആളുകളെ മാത്രമാണ് കണ്ടതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നത്. ആ പ്രതികരണം ആദ്യം കേൾക്കാം. പ്രാഥമിക സസ്പെൻഷനിലായി കഴിഞ്ഞാൽ ഞാൻ വേറെ പാർട്ടിയാണോ? യോഗം നടന്നാലല്ലേ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റൂ. നടക്കാത്ത യോഗത്തെ പറ്റിയിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റൂ. കോൺഗ്രസ് ഭരിക്കുന്ന ക്ഷീരോത്പാദക സംഘത്തിന്റെ ഓഫീസിലാണ് താങ്കൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കല്യാണമോ അല്ലെ മരണമോ ഒന്നും നടന്നിട്ടില്ല. എന്റെ പൊന്നു സഹോദര, ഇവിടെ ഞാൻ ഈ ആളുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ. യോഗം ചേർന്നാൽ യോഗം ചേർന്നു എന്ന് പറയും, യോഗത്തിൽ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയും. അല്ല, അവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കും. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിനെ പറ്റി ചോദിക്കും, തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കും. ഞാൻ കൈ ചിഹ്നത്തിൽ ജയിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ച MLA ആണ്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരും ജയിക്കണം എന്നുള്ള താല്പര്യത്തിൽ നിൽക്കുന്ന ആളാണ്. അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനവും നടത്തും. അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോകുമ്പോഴും, അതിപ്പോ ഏത് സ്ഥലത്ത്, അത് പാലക്കാട് പറയട്ടെ, പാലക്കാട് നല്ല ഏത് സ്ഥലത്ത് വെച്ച് 4 UDF-കാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവരോട് ചോദിക്കും, എന്താ ഇലക്ഷന്റെ കാര്യങ്ങൾ ചോദിക്കും, അതിനെപ്പറ്റി സംസാരിക്കും. അത് നിങ്ങളിങ്ങനെ വട്ടവിട്ട് വളഞ്ഞു കഴിഞ്ഞാൽ സംസാരം നിർത്താൻ പറ്റും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും, ഇവിടെ BJP-യെ CPM-നെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും. കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പ്. രാഹുലിന്റെ പ്രതികരണമാണ് കേട്ടത്. ഗോകുൽ VS ചേരുന്നുണ്ട്. ഗോകുൽ, നിങ്ങൾ ആരടാ ചോദിക്കാൻ? നിങ്ങൾ ആരാ? കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാരോ, അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാരോ, അല്ലെങ്കിൽ KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റുമാരോ? എന്താണ് നിങ്ങൾ ആരാ ചോദിക്കാൻ? നിങ്ങൾ വെറും മാപ്രകൾ മാത്രം. ആരടാ നിങ്ങളെ ചോദിക്കാനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഒന്നും വീട്ടിലെ ഒരുത്തന്റെയും 2ാം കെട്ടിന്റെ കാര്യം തീരുമാനിക്കാനല്ല രാഹുൽ ഇറങ്ങി പുറപ്പെട്ടത്. നിങ്ങളുടെ ഒന്നും വീട്ടിലെ ഒരുത്തന്റെയും ശവമടക്കിന്റെ കാര്യം തീരുമാനിക്കാനുമല്ല രാഹുൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. രാഹുൽ ഇറങ്ങിയതും അന്വേഷിച്ചതും ഇടപെട്ടതും ഒക്കെ പാർട്ടിയുടെ കാര്യങ്ങളിലാണ്. നിങ്ങളൊക്കെ ആരാ ചോദിക്കാൻ? ആരാണ്? നിങ്ങൾക്ക് എന്താ ഇത്ര ചൊറിച്ചില്? നിലപാട് കേട്ടല്ലോ. കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച പാലക്കാടിന്റെ MLA ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ 2 UDF-കാരെ കാണുമ്പോ, 2 കോൺഗ്രസിന്റെ പ്രവർത്തകരെ കാണുമ്പോ, 4 ആളെ കാണുമ്പോ അവരോട് ചോദിക്കും, അറിഞ്ഞിരിക്കും, വിശകലനം ചെയ്യും, ചർച്ച ചെയ്യും. നിങ്ങളൊക്കെ ആരാ? നിങ്ങളാണോ തീരുമാനിക്കുന്നത് രാഹുലിന്റെ കാര്യം? ആ കോട്ട മൈതാനിയിലൂടെ അവർ 2 റോഡ് എല്ലാവരും കൂടി അങ്ങോട്ട് ഓടിക്കോ, ഒരു കൂട്ടയോട്ടമായിക്കോട്ടെ. കരച്ചിൽ അതിന്റെ കൂടെ മൂക്കൊലിപ്പിക്കലും ഒക്കെ നടന്നോട്ടെ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്നാണ് രാഹുലിന് ചെലവിന് കൊടുക്കുന്നത്. നിങ്ങളൊക്കെ ചോദിക്കാൻ ആരടോ നിങ്ങളൊക്കെ? അതിന് മാത്രമൊന്നും വളർന്നിട്ടില്ലടോ നിങ്ങള്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, BJP-ക്കെതിരെയായും CJP-ക്കെതിരെയായും CPM-നെതിരെയായും ഈ മുന്നണിക്കെതിരെ, ഈ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന മുന്നണിക്കെതിരെ രാഹുൽ തന്റെ നോട്ടം കൊണ്ടാണെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് തന്നെയാണ്. തടയാൻ നിങ്ങളെ കൊണ്ട് ഒരുത്തനെ കൊണ്ടും സാധിക്കില്ല. അത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ, അത്രയേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാ നിങ്ങൾ ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇത്ര അസ്വസ്ഥരാകുന്നത്? എന്തിനാ നിങ്ങൾക്ക് എന്താണ് ഇത്ര രോഷം പ്രകടിപ്പിക്കേണ്ട കാര്യം? കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ക്ഷീരോത്പാദക സംഘം, അതിലെ ഓഫീസിൽ രാഹുൽ വരും, അവിടുത്തെ ആളുകളെ കാണും. രാഹുൽ പറയാ അവിടെ യോഗം നടന്നിട്ടില്ല, അത് തന്നെയാ. എന്നിട്ടും നിങ്ങൾ വാർത്ത കൊടുക്കുകയാണ്, യോഗം നടന്നു, യോഗത്തിൽ പങ്കെടുത്തു. ഒരു നടക്കാത്ത യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് നാണവും മാനവും ഇല്ലാത്ത കുറെ നെറികെട്ട വർഗങ്ങളായി പോയല്ലോ നിങ്ങള്. നാണവും മാനവും ഇല്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലുള്ളവരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും പണം കണ്ടു കഴിഞ്ഞാൽ കൂട്ടിക്കൊടുക്കാൻ മറക്കാത്ത നെറികെട്ട വർഗങ്ങൾ, ക്രിമിനൽ സംഘങ്ങളാണ് ഇവറ്റകളെന്ന്. നിങ്ങൾക്ക് എന്താണ് ഇത്ര ചൊറിച്ചില്? എന്താണ് നിങ്ങൾക്ക് ഇത്ര കുരുപൊട്ടാനുള്ള കാരണം? നിങ്ങൾ എന്താ KPCC-യുടെ നിങ്ങളാണോ KPCC? അല്ലെങ്കിൽ കോൺഗ്രസ് എല്ലാം നിങ്ങളുടെ തറവാട് സ്വത്താണ്? ആണോ? ഒന്നുമല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര കുരുപൊട്ടാൻ കാരണം? നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ?
അത് രാഹുൽ ആയത് നിങ്ങൾക്ക് നന്നായി. കാരണം അയാൾക്ക് ഒരു പ്രസ്ഥാനമുണ്ട്, ആ പ്രസ്ഥാനത്തിന് ഒരു മാന്യതയുണ്ട്. ആ മാന്യതയ്ക്ക് മാത്രമേ പ്രതികരിക്കൂ എന്ന് കയറി തലയിൽ കയറി കൊത്താമെന്ന് നിങ്ങൾ കരുതണ്ട. ഇന്നലെ നിങ്ങളിൽപ്പെട്ട ഒരുത്തന് ഡൽഹിയിൽ വെച്ചിട്ട് രാജാവിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചല്ലോ, PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. എന്നെ രാജാവ് തിരിച്ചെന്താ നിങ്ങൾക്ക് മറുപടി തന്നെ? രാജാവിന്റെ തിരിച്ചുള്ള ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരുന്നു? രാജാവിന്റെ പ്രതികരണം എന്തായിരുന്നു? ആ അളവിലേക്ക് രാഹുലിനെ നിങ്ങൾ എത്തിക്കരുത്. രാഹുൽ അത് അറിയാത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അതിന് കഴിവില്ലാത്ത വ്യക്തിയാണെന്നും നിങ്ങൾ കരുതരുത്. മനസ്സിലായില്ലേ? മാന്യത കൊണ്ടും പൊതുരാഷ്ട്രീയത്തിൽ നിൽക്കുന്ന വ്യക്തി എന്നുള്ളത് കൊണ്ടും മാന്യതകൾ സൂക്ഷിക്കുന്നതും മാന്യതകൾ കാത്തു സൂക്ഷിക്കുന്നതും ഒരു കുറവായിട്ട് കാണരുത്. നിങ്ങൾ അതിനെ ഒരു ബലഹീനതയായിട്ട് നിങ്ങൾ കാണരുത്. മനസ്സിലായില്ലേ? കുറെ എണ്ണം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. രാവിലെ ആകുമ്പോൾ കാലത്ത് എണീറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി ഒരു ടാഗും കഴുത്തിൽ തൂക്കി ഒരു കോലും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളും. നിങ്ങളൊക്കെ ആരാണ് നിങ്ങളുടെ വിചാരം? എന്ത് കണ്ടിട്ടാ ഈ ചിലക്കണത്? നിങ്ങളൊക്കെ ഭയമുണ്ട് അല്ലേ? കാരണം രാഹുൽ ഇറങ്ങരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. രാഹുല് സജീവമാകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പലതും ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ അപ്പുറം നിങ്ങൾ ശ്രമിക്കുകയും ചെയ്തതാ. രാഹുലിനെ വെട്ടി വീഴ്ത്താനുള്ള പല ശ്രമങ്ങളും നിങ്ങൾ നടത്തിയില്ലേ? പച്ചയിറച്ചി കൊത്തി തിന്ന കഴുകന്മാരല്ലേ നിങ്ങള്? അവിടെ നിന്ന് അയാൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് പാലക്കാടിന്റെ മണ്ണിൽ തിരിച്ചെത്തിയിട്ട് ഒരിക്കലും പാലക്കാട്ട് രാഹുൽ തിരിച്ചെത്തരുത് എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. അയാൾ MLA സ്ഥാനത്ത് തുടരുത് നിങ്ങൾ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നിങ്ങൾ നടത്തി. ഇതുകൊണ്ടൊന്നും രാഹുലിനെ തടയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പാലക്കാട് തിരിച്ചെത്തിയ അയാൾ വലിയ സ്വീകാര്യനാവുന്നതെന്നാണ് നമ്മൾ കണ്ടത്. കരുത്താർജിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പാലക്കാട്ട് ജനം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകും, നിങ്ങൾക്ക് രോഷം വരും. കാരണം ഇത്രയും നാള് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒന്നും ഫലം കണ്ടില്ല എന്ന് വരുമ്പോ നിങ്ങൾക്ക് രോഷം വരും, മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളൊന്നും രാഹുലിന്റെ തന്തയാവില്ല, അല്ലെങ്കിൽ തന്തയല്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ തന്തമാരായാൽ മതി. മനസ്സിലായില്ലേ? രാഹുലിന്റെ തന്തയാവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ആരും നടത്തണ്ട. അതിന് മാത്രം നിങ്ങൾ ആയിട്ടുമില്ല. നിങ്ങളുടെ എല്ലാ വേട്ടയാടലുകളും വിചാരണകളും നേരിട്ട് അവസാനം സടകുടഞ്ഞെഴുന്നേറ്റ് പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ വന്നിട്ടുണ്ടെങ്കിൽ, ആ പാലക്കാടിന്റെ മണ്ണ് രാഹുലിന് വലിയ ചരിത്ര ഭൂരിപക്ഷം നൽകി പാലക്കാടിന്റെ മണ്ണ് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് പാലക്കാട്ടെ നഗരസഭയാവട്ടെ, കണ്ണാടിയാവട്ടെ, പിരായിരിയാവട്ടെ, മാത്തൂരാവട്ടെ, എവിടെയാണെങ്കിലും അവിടുത്തെ പ്രവർത്തനങ്ങള്, രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങള്, പ്രചരണങ്ങള്, ഇതിന്റെയൊക്കെ മാസ്റ്റർ പ്ലാൻ രാഹുലിന്റെ കയ്യിൽ തന്നെയാണ്. അതിനൊക്കെ നിർദ്ദേശങ്ങൾ നൽകുവാനും മാസ്റ്റർ പ്ലാനുകൾ ഇറക്കാനും രാഹുൽ പാലക്കാടിന്റെ മണ്ണിൽ മുന്നിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട കേട്ടോ. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തിനാണ് ഇത്ര അസ്വസ്ഥരാകുന്നത്? കോൺഗ്രസ് എന്താ നിങ്ങളുടെ തറവാട് സ്വത്താണോ? ആണോ? അതോ നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന പാലക്കാടിന്റെ ചുമതലയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ആരെങ്കിലും ആണോ? തന്നെ വിജയിപ്പിച്ച ആളുകൾ, തന്റെ വിജയത്തിന് വേണ്ടി കയ്യും മയ്യും മറന്ന് പാലക്കാടിന്റെ മണ്ണിൽ പ്രവർത്തിച്ച ആളുകൾ, അവരൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോ, അവരൊരു തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിൽക്കുമ്പോ, അവിടെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ ഉണ്ടാകും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. ചില ബോധ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ്. രാവിലെ ഈ ടാഗും തൂക്കി ഈ പറയുന്ന കോലും കയ്യിൽ പിടിച്ച് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ള ബോധ്യം ആദ്യമേ ഉള്ളിൽ വേണം. അതല്ലാതെ രാഹുലിന്റെ തന്തയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങണ്ട. അത് അത്ര നല്ലതിനാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ സംയമനങ്ങൾ, ആ സംയമനങ്ങളെ ബലഹീനതയായിട്ടും കാണരുത്. രാജാവിന്റെ ഭാഷയിൽ, രാജാവിന്റെ ശരീരഭാഷയിൽ ഒക്കെ സംസാരിക്കാനും പ്രവർത്തിക്കാനും കെൽപ്പുള്ളവർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. പക്ഷെ ആ ഭാഷ എടുക്കാത്തത് അത് ചില സംയമനങ്ങളും ചില മര്യാദകളുടെയും ഭാഗമായിട്ടാണ്. അതുകൊണ്ട് അതൊരു ബലഹീനതയായിട്ട് മാത്രം നിങ്ങൾ കാണരുത്. ഇന്നലെ നിങ്ങൾ
രാജാവിനോട് ഡൽഹിയിൽ വെച്ചിട്ട് പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിപ്പോകുമ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? തിരിച്ചെന്തായിരുന്നു നിങ്ങൾക്ക് കിട്ടിയ മറുപടി? അപ്പോ ആ രീതിയിൽ കിട്ടിയാലേ വാ മൂടിക്കെട്ടു എന്നുള്ള ഒരു വാശി നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത്. അത് അത്ര നല്ലതിനായിരിക്കില്ല. കാരണം ആ രീതിയിൽ തന്നെ വേണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ആ രീതിയല്ല, അതിനേക്കാൾ ഒരു പടി കടന്നുകൊണ്ടുള്ള രീതി, അത് ആ ശൈലിയിലേക്ക് കടക്കാൻ രാഹുലിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അത് അറിയാഞ്ഞിട്ടല്ല, അത് മനസ്സിൽ നിങ്ങളുടേതുണ്ടാവണം. അതുകൊണ്ട് നിങ്ങളോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. രാഹുല് ഈ പറയുന്ന പാൽ സൊസൈറ്റിയിൽ പോകും, അവിടുത്തെ ആളുകളെ കാണും, അങ്ങനെ എല്ലായിടത്തും പോകും. അത് പാൽ സൊസൈറ്റിയിൽ മാത്രമല്ല, പാലക്കാടിന്റെ മണ്ണില് പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും രാഹുൽ ശ്രദ്ധാലുവായിരിക്കും. വ്യക്തമായ വിശകലനങ്ങൾ ഉണ്ടാകും, ചോദ്യങ്ങൾ ചോദിക്കും, അയാൾ സംസാരിക്കും, അയാൾ ഇടപെടും, എല്ലാം ചെയ്യും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് കുരുപൊട്ടണ്ട, അതുകൊണ്ടിട്ട് നിങ്ങൾ കരച്ചിലും നടത്തണ്ട, മൂക്കൊലിപ്പിച്ചിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ആ കോട്ട മൈതാനിയിലൂടെ 2 റോഡ് ഓടിക്കോ, മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും രാഹുലിന്റെ തന്തയാവാൻ വരണ്ട എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ നിങ്ങളോടുള്ളൂ. കാരണം അതൊക്കെ നിങ്ങളെ പരിഹാസ്യരാക്കും, നിങ്ങളെ ബാക്കിയുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തും. അതുകൊണ്ട് ആ ഏർപ്പാടിലേക്ക് നിങ്ങൾ കടന്നു പോകരുത്. അത് നിങ്ങൾക്ക് തന്നെയാണ് മോശം, ദോഷം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുക. നിങ്ങളായിട്ടില്ല, ഇനി ആവുകയുമില്ല, നിങ്ങളൊന്നുമല്ല രാഹുലിന്റെ തന്ത എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ്.